വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ മർദ്ദിച്ച കേസിലെ മുഖ്യപ്രതി കീഴടങ്ങി. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷാണ് കീഴടങ്ങിയത്. സംഭവശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി ഇന്ന് രാവിലെ 11:30 ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഡിവൈഎഫ്ഐ മുൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന 38-കാരൻ വിനേഷ് അതിക്രൂര ആക്രമണത്തിനിരയായത്. ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് വിനേഷിനെ മർദ്ദിച്ചതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതോടെ രാകേഷിനെ മുഖ്യപ്രതിയാക്കി പോലീസ് എഫ്ഐആർ ഇട്ടു. എന്നാൽ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും രാകേഷിനെ പിടികൂടാൻ കഴിയാതായതോടെ വലിയ വിമർശനങ്ങളാണ് പോലീസിന് നേരെ ഉയർന്നത്. ഒടുവിലാണ് ഇന്ന് രാവിലെ 11:30 ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി രാകേഷ് കീഴടങ്ങിയത്. തുടർന്ന് രാകേഷിനെ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതുകൂടെ വ്യക്തമാകും. സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും വ്യക്തിവൈരാഗ്യമാണെന്നുമായിരുന്നു പാർട്ടി വിശദീകരണം. ഇതും അന്വേഷിക്കും. അതേസമയം വിനേഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗവും സിപിഐഎം വാണിയംകുളം ലോക്കൽ കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് ഹാരിസ്, സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ കൂനത്തറ മേഖലാ സെക്രട്ടറിയുമായ കെ സുർജിത്ത്, മേഖലാ പ്രസിഡന്റ് കിരൺ, ഹാരിസിന്റെ അടുത്ത സുഹൃത്ത് ബസ് ഡ്രൈവറായ രാജു എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ റിമാൻഡിലായിരുന്നു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.